മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്കൊപ്പം ഭക്ഷണം കഴിച്ച് മൂവാറ്റുപുഴ എംഎൽഎ മാത്യു കുഴൽനാടനും നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയും ക്യാമ്പിൽ കഴിയുന്നവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും മാനസിക പിരിമുറുക്കവും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭാ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ഭക്ഷണം കഴിക്കുവാനെത്തിയത്. ദുരിതാശ്വാസ ക്യാമ്പിലെ അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിച്ച് എംഎൽഎയും നഗരസഭാ ചെയർപേഴ്സണും. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ JB സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ് മാത്യു കുഴൽനാടൻ എംഎൽഎയും നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയും അന്തേവാസികൾക്കൊപ്പം ഭക്ഷണം കഴിക്കുവാനായി എത്തിയത്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതിനായാണ് എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എത്തിയത്. JB സ്കൂളിലെ ക്യാമ്പിൽ 30ഓളം അന്തേവാസികളാണ് ഉള്ളത്. കഴിഞ്ഞ 4 ദിവസമായി പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായിട്ടില്ലെന്ന് ക്യാമ്പിലുള്ളവർ പറയുന്നു. ക്യാമ്പ് നല്ല അടിപൊളിയുള്ള ക്യാമ്പ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പാരി ഭക്ഷണങ്ങള്, എല്ലാം കൊണ്ടും സ്നേഹം, അന്വേഷിക്കല്, എടുക്കല്, ഞങ്ങളുടെ ഒപ്പം നിൽക്കാവുന്ന ഒരു ചെയർപേഴ്സണാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കണത്. ഞങ്ങളുടെ വീടുകൾ വന്ന അഴുക്കെല്ലാം കഴുകി പറക്കി എടുക്കാനും എല്ലാത്തിനും ഞങ്ങളുടെ ഒരു അനിയത്തിയെ പോലെ ഞങ്ങളുടെ കൂടെ ഒപ്പം നിന്നൊരു നല്ലൊരു ഭരണത്തിന് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇത്രയും നാളിന്റെ ഇടയ്ക്ക് കിട്ടിയത് നമുക്കൊരു നല്ലൊരു കാഴ്ച ഞങ്ങൾ കണ്ടേക്കണം. മരുന്നെല്ലാം കിട്ടണ്ട, ആവശ്യമുള്ളവർക്കെല്ലാം മരുന്ന് ചോദിക്കാം. ഭക്ഷണം അടിപൊളിയാണ്. ഒരു നേരെ പോലെ രാവിലെ ഒരു കാലിച്ചായ പോലെ ഞങ്ങൾക്ക് ഫുഡ് എത്തിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകി വരുന്നത്. കൃത്യസമയത്ത് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നഗരസഭയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും ക്യാമ്പിലുള്ളവരെ സഹായിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് സ്വാഭാവികമായിട്ടും മുനിസിപ്പൽ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൗൺസിലേഴ്സ് എല്ലാവരും ചേർന്ന് നിങ്ങളെ ഈ ദിവസങ്ങളിൽ എത്ര ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മബന്ധമുണ്ട്. ആത്മബന്ധം എന്ന് പറയുന്നത് 2 ദിവസമാണെങ്കിലും 3 ദിവസമാണെങ്കിലും അതൊരു വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇനി വീടുകളിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് അവരോടൊപ്പം ഞാൻ ഒന്നിച്ചൊരു ഭക്ഷണം കഴിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ അറേഞ്ച് ചെയ്തത്. മറ്റ് ക്യാമ്പുകളിൽ എല്ലാവർക്കും നമ്മളിന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള കരുതലും നിങ്ങളോടുള്ള ആത്മാർത്ഥതയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല മടക്കം ഞാൻ ആശംസിച്ചുകൊണ്ട് ക്യാമ്പിലായിരുന്ന എല്ലാവരും നിങ്ങൾ സന്തോഷവാന്മാരായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മൂവാറ്റുപുഴ ഇലാഹിയ നഗറിൽ നിന്നുള്ള അന്തേവാസികളാണ് ഈ ക്യാമ്പിലുള്ളത്. നഗരസഭയുടെ നേതൃത്വത്തിൽ മറ്റ് 3 ക്യാമ്പുകളും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ സലാം, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ എന്നിവരും MLAയ്ക്കും ചെയർപേഴ്സണുമൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനായി എത്തിയിരുന്നു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.